ഹായ്, എല്ലാ പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ പ്രൈം ടൈം വിത്ത് SKN ആരംഭിക്കുകയാണ്. ഇന്നത്തെ വാർത്താ പകൽ വന്ന ഏറ്റവും വലിയ കാര്യം മുഖ്യമന്ത്രിയുടെ ദീർഘമായ വാർത്താ സമ്മേളനം തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ ഉയർന്നു കേട്ടു. മറ്റു കുറച്ച് വാർത്തകൾ കൂടിയുണ്ട്. പൊന്നമ്മ ചേച്ചിക്ക് വിട പറഞ്ഞതും ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തയായി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN ആരംഭിക്കുകയാണ്. ഒരുപാട് വാർത്തകൾ വന്ന ഒരു വാർത്താ പകലിന് ശേഷം നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈ വാർത്തകളൊക്കെ നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. ആദ്യം വാർത്തകളിലേക്ക് പോകുന്ന മുമ്പ് 24 പ്രൈം ടൈം ബിഗ് ബ്രേക്കിംഗ്. ബംഗളൂരുവിലെ ആശുപത്രിയിൽ തീപിടുത്തത്തിനിടെ മലയാളി യുവാവ് മരിച്ചതിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി ഇന്ന് കുടുംബം രംഗത്ത് വന്നു. ചികിത്സയിൽ കഴിയുകയായിരുന്ന സുജയ് സുജാതിനെ തീപിടുത്തമുണ്ടായ ഭാഗത്തുനിന്ന് മാറ്റാൻ 45 മിനിറ്റ് വൈകിയെന്ന് ഭാര്യ രോഹിണി ഇന്ന് പറഞ്ഞു. ന്യൂമോണിയ മൂലമുള്ള മരണം എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായും കുടുംബത്തിന്റെ ആരോപണം. സാർ സുജയ് അപ്പോൾ ഓക്കെ എല്ലാം ഷിഫ്റ്റായി MICയിലായിരുന്നു. അപ്പം ഞാൻ താഴെ ചെന്ന് ഞങ്ങളെ മെയിൻ എൻട്രൻസിലോട്ട് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ സുജയ് കിടന്നിരുന്ന റൂമിൻ്റെ ആ സൈഡിലാണ് ഈ പൊട്ടിത്തെറിച്ച് ഫുൾ ഇത് ആവണ സ്മോക്ക് ഇതൊക്കെ വന്നുകൊണ്ട് ഞാൻ തിരിച്ചകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവർ കയറ്റിയില്ല. എൻ്റെ മുമ്പിൽ കൂടെ കൊണ്ടുപോയി കണ്ണ് തുറന്ന് കിടക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ സ്മോക്ക് ഇങ്ങനെ കിടക്കണ്ടേ. എനിക്ക് മനസ്സിൽ ആൾ പോയി എന്നുള്ളൊരു ഇതെനിക്ക് വന്ന് 45 മിനിറ്റിന് ഉള്ളിൽ ഫസ്റ്റ് അവർ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ പേഷ്യൻറ്റിനാണ്. ബാക്കി എല്ലാവർക്കും എഴുന്നേറ്റ് കിടക്കുക. എന്ന് പറഞ്ഞാൽ സുജയ്ക്ക് ഈ എക്മോ മിഷ്യൻ്റെ ഇത് ചെയ്തേക്കണോണ്ട് അവർ ആരുടെ സഹായമില്ലാതെ എഴുന്നേക്കാൻ ഒന്നിനും പറ്റില്ല. കേസ് അട്ടിമറിക്കാൻ ബംഗളൂരു പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന സുജയുടെ പിതാവ് സുജാതൻ. ചികിത്സയുടെ ഭാഗമായി 30 ലക്ഷം രൂപ ആശുപത്രി ഈടാക്കിയെന്നും നീതി ലഭിക്കണമെന്ന് സുജയുടെ സഹോദരനും ഇന്ന് പറഞ്ഞു. അത് ടോട്ടലി നെഗ്ലിജൻസ് ആണ് സാർ. ദാറ്റ് ഇൻ എ ലാപ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ആക്ച്വലി അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പുവർ കണ്ടീഷൻസിൻ്റെ ദാറ്റ്സ് എ റീസൺ ഓൺലി ഫോർ ഡെത്ത് മൈ സൺ. FIR ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സദാശിവനഗർ പോലീസ് സ്റ്റേഷനിൽ അറൗണ്ട് 5 o'clock ഞാനും എൻ്റെ കൂട്ടുകാരുമായിട്ട് അവിടെ പോയി. ഞങ്ങൾ കംപ്ലയിൻറ്റ്സ് എഴുതി കൊടുത്തു. അവർ ഏതാണ്ട് 8 or 8:30 ആ ടൈം വരെ ഏതാണ്ട് 3 hours എടുത്തു അവർ അക്നോളജ്മെൻറ്റ് തരാൻ വേണ്ടി. അതിനും മറ്റുള്ളവർ ഇടപെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് അക്നോളജ്മെൻറ്റ് തന്നത്. ന്യൂമോണിയ ബാധിച്ച ഒരു ആൾക്ക് നമ്മൾ സാധാരണക്കാരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 35 ലക്ഷം രൂപ എന്ന് പറയുന്നത് അവൻ്റെ കുടുംബം വിറ്റ് കാശ് കൊടുക്കേണ്ട ഗതികേടിലോട്ട് വരും. അല്ലെങ്കിൽ അവൻ്റെ പിള്ളേരും ബാക്കിയുള്ളവർ പട്ടിണിയാകുന്ന ഒരു ഗതികേടിലോട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതിൽ ഇവർ 23 ലക്ഷം രൂപയോളവും അവിടുന്ന് ഇവർ സംഘടിപ്പിച്ച് അത് അടച്ചിട്ടുണ്ട്. ഈ തുക കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ ഡിസ്ചാർജ് സമ്മറി, ഈ ഡെത്ത് സമ്മറി അടക്കം ഒരു രേഖയും ഇതുവരെയും ആ ഹോസ്പിറ്റലിൽ നിന്നും അധികാരികൾ കൊടുത്തിട്ടില്ല. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് നമുക്ക് ഈ പ്രൈം ടൈമിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ? SKN കുടുംബം ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. സെപ്റ്റംബർ 1-ാം തീയതിയാണ് സുജയ് ഈ ശ്വാസകോശ സംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ട് രാമയ്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അല്പം ക്രിട്ടിക്കലായിരുന്നു. പക്ഷേ പിന്നീട് 18 ദിവസത്തിനിപ്പുറം ഡോക്ടർ തന്നെ നേരിട്ട് ഈ സുജയുടെ ഭാര്യയായ രോഹിണിയെ കണ്ട് സംസാരിച്ചു. സുജയ്ക്ക് കുറച്ച് ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് പോകാം, സുജയ് പൂർണ്ണമായി റിക്കവറായി എന്നാണ് പറഞ്ഞിരുന്നത്. അത് രാവിലെ 19-ാം തീയതി രാവിലെ ഇക്കാര്യം സുജയുടെ സഹോദരനെ വിളിച്ച് രോഹിണി പറയുകയും ചെയ്തു. ഇതിനിടയിൽ ഫോൺ ചെയ്യുന്നതിനിടയിലാണ് തൊട്ടടുത്ത് നിന്നൊരു വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടത്. അപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അതൊരു തീപിടുത്തമാണെന്ന് മനസ്സിലായത്. പിന്നാലെ ആ ഫ്ലോറിലുണ്ടായിരുന്ന ആളുകളെ എല്ലാം മാറ്റി എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. പക്ഷേ 45 മിനിറ്റിന് ശേഷമാണ് സുജയെ ഈ ഭാര്യയുടെ കൺമുന്നിലൂടെ ആ ഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുന്നത് അവർ കണ്ടത്. അതായത് തീപിടുത്തം ഉണ്ടായി, സുജയുടെ തൊട്ട് അപ്പുറത്തെ പ്രദേശത്താണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ നിന്നുള്ള പുക ഈ മുറിയിലേക്ക് എത്തുകയും ശ്വാസകോശത്തിലേക്ക് കയറുകയും ചെയ്തു. അതാണ് സുജയുടെ മരണകാരണത്തിന് വഴിവെച്ചത്, അല്ലെങ്കിൽ മരണകാരണത്തിന് പ്രധാനപ്പെട്ട ആരോപണമായി കുടുംബം ഉന്നയിക്കുന്നത്. ഈ സുജയ് കിടന്നിരുന്ന റൂമിൽ അടക്കം ഈ പുകപടലവും അതോടൊപ്പം തന്നെ തീപിടുത്തത്തിൻ്റെ അംശങ്ങളും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ബെഡിലടക്കം ഈ പുക ഉണ്ടായിരുന്നു, മുഖത്ത് പുകയുടെ പാടുണ്ടായിരുന്നു എന്ന് ഭാര്യ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും അനുകൂലമായ നിലപാടുണ്ടായില്ല. പിന്നീട് ഏറെ കഴിഞ്ഞാണ് ഒരു കേസെടുക്കാൻ തന്നെ അവർ തയ്യാറായത്. അരമണിക്കൂർ
മണിക്കൂറിനകം സുജയ് കിടന്ന മുറി അത് പൂർണ്ണമായും വൃത്തിയാക്കി ഈ തീപിടുത്തത്തിൻ്റെ അംശങ്ങളെല്ലാം അവർ മാറ്റുകയും ചെയ്തു. അങ്ങനെ കുടുംബം പറയുന്നത് പോലീസിൻ്റെ സഹായത്തോടു കൂടി കേസ് അട്ടിമറിക്കാൻ ആശുപത്രി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം 30 ലക്ഷത്തിലധികം രൂപ ഈ കുടുംബം ആശുപത്രിയിൽ അടച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കൂടുതൽ തുക വേണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഈ കിടന്ന കാലഘട്ടത്തിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ട് തങ്ങളെ ബന്ധപ്പെടുന്നു ആശുപത്രി എന്നുള്ളതും പ്രധാനപ്പെട്ട ആരോപണമായി അവർ ഉന്നയിക്കുന്നു. നിലവിൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം കേരള മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അനുകൂലമായ നിലപാട് ഈ വിഷയത്തിൽ വേണം, മകന് നീതി ലഭിക്കണമെന്നാണ് പിതാവിൻ്റെ ആവശ്യം. 2 കുഞ്ഞു മക്കളാണ് സുജയ്ക്ക് ഉള്ളത്. ബാംഗ്ലൂരിലൊരു പ്രധാനപ്പെട്ട കമ്പനിയിൽ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ കുടുംബത്തിൻ്റെ മുന്നോട്ട് പോക്കടക്കം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ആശുപത്രിയുടെ അനാസ്ഥ കാരണം എന്നാണ് ആ ഭാര്യയും അതോടൊപ്പം തന്നെ പിതാവും സഹോദരനുമെല്ലാം ഉന്നയിക്കുന്നത്. ഇനി നഷ്ടപരിഹാരം അടക്കമുള്ള നടപടികൾ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതിന് സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം കർണാടക സർക്കാരിൻ്റെയും എല്ലാം ഇടപെടൽ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതിദാരുണമായ സംഭവമാണ്. ചികിത്സ തേടി ആശുപത്രിയിലെത്തി, ആ ആശുപത്രിയിൽ നിന്ന് ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാൽ തിരിച്ചു വന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അതിദാരുണമായി തീപിടുത്തത്തിൽ പുക ശ്വസിച്ച് മരിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ വരികയും ചെയ്യും. ഇതിലൊരു വ്യക്തമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. SK. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ബൈജു ആർ പറയുന്നു, ഈ ആശുപത്രികൾ വലിയൊരു ലോബിയാണ്, അതുകൊണ്ട് തന്നെ ഇവരെ സഹായിക്കണം. തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ തീരുമാനിച്ചത് തന്നെയാണ് നമ്മൾ ഈ വാർത്ത ബ്രേക്കിംഗ് ആയി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വാർത്തയെ നമ്മൾ പിന്തുടരുകയും ചെയ്യും. മറ്റൊരു വാർത്തയിലേക്ക്. തൃശ്ശൂർ പൂരം അലങ്കോലമായതിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. ADGP MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് റിപ്പോർട്ട് കൊടുത്തത്. റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറും. AV ജയശങ്കർ തിരുവനന്തപുരം നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ജയശങ്കർ, പറയൂ കൂടുതൽ വിശദാംശങ്ങൾ. അതായത് SKN ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ADGP MR അജിത് കുമാർ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് നൽകിയത്. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് DGP MR അജിത് കുമാറിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ADGP MR അജിത് കുമാർ ഇത്തരത്തിലൊരു റിപ്പോർട്ട് DGPക്ക് നൽകിയിരുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ 24-ന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നൊരു പരാമർശമുണ്ടായിരുന്നു. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്ത് എന്ന വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. റിപ്പോർട്ട് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ കയ്യിലുണ്ട്. ഈ റിപ്പോർട്ട് അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ട് അടിസ്ഥാനമായിക്കൊണ്ട് ഏത് തരത്തിലുള്ള നടപടികൾ എടുക്കണമെന്ന മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകുക. എന്തായാലും റിപ്പോർട്ട് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ കയ്യിലെത്തിയിരിക്കുന്നു. ADGP നേരിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് അടിയന്തരമായി നൽകണമെന്ന DGP കഴിഞ്ഞ ദിവസം തന്നെ ADGPയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി റിപ്പോർട്ട് നൽകിയത്. എന്തായാലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ 24-ന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. അതിന് മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് നിലവിൽ ADGPയുടെ കയ്യിൽ എത്തിയിരിക്കുന്നു. എന്തായാലും അധികം വൈകാതെ SKN ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തും. മുഖ്യമന്ത്രിയായിരിക്കും ഈ റിപ്പോർട്ടിൽ എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം അധികം വൈകാതെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ റിപ്പോർട്ട് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാളെ തന്നെ ഈ റിപ്പോർട്ട് കൈമാറാനുള്ള നീക്കങ്ങളാണ് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് നടക്കുന്നതെന്നാണ് നമ്മൾ നിലവിൽ അറിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് നൽകാത്തതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. വിവരാവകാശ പ്രകാരം തെറ്റായ വിവരം നൽകിയതിന് വിവരാവകാശ ചുമതലയുള്ള DYSPയെ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിവാദമുണ്ടായ വിഷയമാണ്. അതിലെ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. CPI ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. എന്തായാലും നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ കയ്യിൽ തൃശ്ശൂർ പൂരം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എത്തിയിരിക്കുന്നു. അധികം വൈകാതെ ഇത് മുഖ്യമന്ത്രിക്ക് കൈമാറും. മുഖ്യമന്ത്രി ഇതിൽ തുടർ നടപടികൾ. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സംരക്ഷണവും പിന്നീട് PV അൻവറിൻ്റെ ആരോപണവും ഒക്കെ ആയിട്ട് ഇന്നത്തെ വാർത്താ പകൽ കളം നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. മുഖ്യമന്ത്രിയുടെ ദീർഘമായ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു കേട്ട ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക. മുഖ്യമന്ത്രിയുടെ സംരക്ഷണം, PV അൻവറിൻ്റെ ആരോപണം.
വിശ്വസ്തർക്കെതിരെയുള്ള ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞ ഒരു വാർത്താപ്പകലാണ് ഇന്ന് കടന്നുപോയത്. ആരോപണ വിധേയർക്ക് നിരുപാധിക പിന്തുണയും PV അൻവറിൻ്റെ ആരോപണങ്ങളെ അവജ്ഞയോടെ തള്ളലും എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നയം. എന്നാൽ പറഞ്ഞ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനവും ആവശ്യമുള്ള ഇടങ്ങളിൽ രൂക്ഷ വിമർശനവും കോർത്തിണക്കിയ അൻവർ മുഖ്യമന്ത്രിയെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്നെന്നും വ്യക്തമാക്കി. അങ്ങനെയായിരുന്നു മാധ്യമങ്ങളെ PV അൻവറും അഭിമുഖീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്ക് നേരെ ആരോപണ പെരുമഴയുമായി എത്തിയ അൻവറിനോട് താൻ ഒപ്പമില്ലെന്ന പ്രഖ്യാപനമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ. മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രിയുടെ മറുപടി അതിരൂക്ഷ ഭാഷയിൽ. പറഞ്ഞതെല്ലാം അതേപടി അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, പറഞ്ഞതിന് ഓരോന്നിനും കൃത്യമായ മറുപടിയും അൻവറിനുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും PV അൻവറിന്റെ പരാതികൾ കേട്ട് അതേപടി നടപടിയെടുക്കലല്ല P ശശിയുടെ ജോലിയെന്നും പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ തുടക്കം. അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് മുഖ്യമന്ത്രിയുടെ മാത്രം വിശ്വാസമെന്ന അൻവറിന്റെ തിരിച്ചടി. P ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. എനിക്ക് ആ വിശ്വാസമില്ല. ആ മറുപടിയിലും നിർത്താതെ ഒരു പടി കൂടി കടന്ന് ആരോപണം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെയുണ്ടോ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ? ഫോൺ ചോർത്തൽ പൊതുപ്രവർത്തകൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് അൻവറിന്റേതായ ന്യായീകരണമുണ്ടായിരുന്നു. ഈ ഫോൺ കോള് നിങ്ങളിലേക്ക്, ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത്. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ. അപ്പം ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റത്തരാണ്. അന്ന് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇത് പുറത്ത് വിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല. സ്വർണം പോലീസ് മുക്കുന്നുവെന്ന വെളിപ്പെടുത്തലിൽ സാങ്കേതികത്വം അറിയാതെയാണ് അൻവർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു തള്ളിയ മുഖ്യമന്ത്രിക്ക് മറുപടി ഇങ്ങനെ. എങ്ങനെ പോലീസ് പിടിക്കുന്നത്? പോലീസിനൊരു ഇൻഫർമേഷൻ വരുന്നു, ഇങ്ങനെ ഒരാൾ സ്വർണവുമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ നിയമമനുസരിച്ച്, രാജ്യം അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി they should inform the airport customs and preventive immediately. അങ്ങനെയാണ് നിയമം പറയുന്നത്. കാരണം ഇത് പിടിക്കേണ്ടത് ആരാ? പിടിക്കേണ്ടത് കസ്റ്റംസ് ആണ്. ഉടനടി അവർക്ക് വിവരം കൊടുക്കണം. എല്ലാം കഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിന്റെ അവസാനം അൻവറിനെ പൂർണ്ണമായി തള്ളി മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തിയത് അൻവറിന്റെ ഇടത് രാഷ്ട്രീയം ചോദ്യം ചെയ്ത്. അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അതിന് മറുപടി ഉരുളക്കുപ്പേരി എന്ന മട്ടിലായിരുന്നു. ശരിയാണെന്ന് ഞാൻ പഴയ കോൺഗ്രസ്സുകാരനല്ലേ, എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? വന്നിട്ട് KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാ സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പം ഞാൻ പഴയ കോൺഗ്രസ്സാ. പിന്തുണയില്ലെന്ന് മാത്രമല്ല, പൂർണ്ണമായി തള്ളി മുഖ്യമന്ത്രി പരസ്യമായി രംഗത്ത് വന്നെങ്കിലും തുടങ്ങി വെച്ചത് തുടരും എന്ന് തന്നെയാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. തെറ്റിദ്ധാരണ മാറിയാൽ തന്നെ അംഗീകരിക്കുമെന്നും പറഞ്ഞതെല്ലാം മുഖ്യമന്ത്രി പുനഃപരിശോധിക്കണമെന്നും പറഞ്ഞ് അൻവർ പത്തിമണക്കാൻ തയ്യാറല്ലെന്ന പ്രഖ്യാപനം കൂടി നടത്തുന്നു. മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ലെന്ന് പറയുമ്പോഴും തന്നെ പാർട്ടി തള്ളിയാൽ അപ്പോൾ കാണാമെന്ന മുന്നറിയിപ്പ് കൂടി അൻവർ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. വളരെ സംഭവബഹുലമായിരുന്നു ഇന്നത്തെ വാർത്താപ്പകൽ. തൻ്റെ പോരാട്ടം പുഴുക്കുത്തുകൾക്കെതിരെയാണെന്ന് ആവർത്തിച്ചുകൊണ്ടായിരുന്നു PV അൻവർ MLA ഇന്ന് വാർത്താസമ്മേളനം തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി സ്വർണം പൊട്ടിക്കലിൻ്റെ പങ്ക് പറ്റുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണം ഇന്ന് അൻവർ ഉന്നയിച്ചു. താൻ കോൺഗ്രസ് ആണെന്ന മുഖ്യമന്ത്രി ഒളിയമ്പിനെ താനും EMS കോൺഗ്രസ് ആയിരുന്നു എന്ന മറുപടിയിലൂടെ അൻവർ നേരിട്ടു. തൻ്റെ നിലപാടിനെ CPM തള്ളിക്കളയട്ടെ എന്ന് വെല്ലുവിളി ഉയർത്താനും ഇന്ന് അൻവർ മടിച്ചില്ല. PV അൻവറിൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാർ, നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ, ചേരുകയാണ്. ദിലീപ് കുമാർ, പറയൂ, ഇന്നത്തെ വാർത്താപ്പകലിൽ ഏറ്റവും കടുപ്പമേറിയ നിശ്ചിതമായ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. അതിന് അതേ രീതിയിൽ ഉരുളക്കുപ്പേരി പോലെ നൽകാൻ PV അൻവറും ശ്രദ്ധിക്കുന്നത് കണ്ടു. SKN അടിക്ക് തിരിച്ചടി എന്ന നിലയിലായിരുന്നു ഇന്നത്തെ വാർത്താ ദിനത്തിൽ മുഖ്യമന്ത്രിയും PV അൻവറും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയാകട്ടെ വിശ്വസ്തരെ സംരക്ഷിച്ചുകൊണ്ട് PV അൻവറിൻ്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിലുടനീളം അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, PV അൻവറിന് CPIM രാഷ്ട്രീയത്തിൽ വഴി മങ്ങുകയാണ്, അല്ലെങ്കിൽ വഴി അടയുകയാണ് എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. മുഖ്യമന്ത്രി തന്നെ PV അൻവറിനെ പരസ്യമായി
തള്ളിപ്പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല PV അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ADGP MR അജിത് കുമാറിനെയും ചേർത്ത് നിർത്തുകയാണ് മുഖ്യമന്ത്രി ഇന്നു ചെയ്തത്. PV അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയും അദ്ദേഹം കടന്നുവന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തെയും മുഖ്യമന്ത്രി പരാമർശിച്ചതിലൂടെ PV അൻവറിന് CPIM-ൻ്റെ ഇടതു രാഷ്ട്രീയത്തിലുള്ള പ്രസക്തി ഏതാണ്ട് അവസാനിക്കുകയാണ് എന്ന് തന്നെ പറയാം. PV അൻവർ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ പരിശോധിച്ചാൽ വ്യക്തമാകുന്നത്. അങ്ങനെ PV അൻവറിന് എത്ര നാൾ ഈ CPIM-ൻ്റെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. CPIM-ൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഏതാണ്ട് അവസാനിക്കാറായി. അടുത്ത ഘട്ടത്തിലേക്ക്, ലോക്കൽ സമ്മേളനത്തിലേക്ക് CPIM കടക്കുമ്പോഴാണ് PV അൻവറിനെ പിന്തുണയ്ക്കുന്നവർക്ക് CPIM-ൽ ഇടമില്ല എന്ന നിലയിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പരസ്യമായി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. CPIM-നെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നേരത്തെ മുഖ്യമന്ത്രി അവസാനിപ്പിക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ CPIM-ൽ ആരും മുതിരാറുണ്ടായിരുന്നില്ല. സഹയാത്രികരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അവസാനിപ്പിച്ച ആ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്നീട് വൈകിട്ട് PV അൻവർ തുടങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. അത് പക്ഷേ CPIM-ൻ്റെ സംഘടനാ രീതി അനുസരിച്ച് അനുവദിച്ച് കൊടുക്കും എന്ന കാര്യത്തിൽ അനുവദിച്ച് കൊടുക്കുന്ന ഒരു രീതിയല്ല CPIM-ന് ഉള്ളതും. SKN. താങ്ക് യു B. ദിലീപ് കുമാർ. വാർത്തകൾ സംഭവിക്കുന്ന ലോകത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്നു. നോക്കാം സ്പോട്ട് ലൈവ്. ഷിരൂരിൽ 3ാം ഘട്ട ദൗത്യം തുടരുകയാണ്. ഇന്ന് നടത്തിയ തെരച്ചിലിൽ 2 വാഹന ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഈശ്വർ മാൽപേ നടത്തിയ തിരച്ചിൽ നിന്ന് കൈമാറിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോറിയുടെ 2 ടയറുകളും ക്യാബിൻ ഭാഗവും കണ്ടെത്തിയത്. നദിയിൽ ട്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരും. നദിക്കടിയിൽ മുങ്ങി പരിശോധന നാളെയും തുടരുമെന്ന് ഈശ്വർ മാൽപേയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഗംഗാവലി പുഴയുടെ തീരത്ത് നിന്ന് അലക്സറ മുഹമ്മദും അതേപോലെ അരുൺ പൂപ്പറമ്പയും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ഇന്നത്തെ ദൗത്യത്തിൻ്റെ വിശദാംശങ്ങളുമായി അലക്സറ മുഹമ്മദ് ഗംഗാവലി പുഴക്കരികിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. പറയൂ അലക്സറ മുഹമ്മദ്, ഇന്ന് ശരിക്കും വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമായിരുന്നു. ഈ ലോറിയുടെ ചില അവശിഷ്ടങ്ങളൊക്കെ കണ്ടപ്പോൾ അർജുൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാൻ കഴിയും എന്നായി നാട്ടിൽ പരന്ന ധാരണ. എന്നാൽ പിന്നീട് അത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. അതോടെ നിരാശയായി. SKN ഗുഡ് ഈവനിങ്. SKN പറഞ്ഞത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയാണ്. അതായത് ഏറ്റവും പ്രതീക്ഷയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ സന്ധ്യയോടെ അടുത്തപ്പോൾ ആ പ്രതീക്ഷ നിരാശയ്ക്ക് വഴിമാറുന്ന കാഴ്ചയാണ് ഇന്ന് ഗംഗാവാലി പുഴയുടെ തീരം കണ്ടത്. SKN ഇത് ഷിരൂർ ദൗത്യം ആരംഭിച്ചു. അതായത് അർജുൻ തിരോധാനം ഉണ്ടായി ഏതാണ്ട് 69ാം ദിവസമാണ് ഇന്ന്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നമ്മൾ ആരംഭിച്ചിട്ട് 69 ദിവസമാകുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും മലയാളികൾ ഒന്നാകെ അർജുന് വേണ്ടി കാത്തിരിക്കുന്നത് 69 ദിവസമാകുന്നു. 69ാം ദിവസമാണ് ഈ 3ാം ഘട്ട തിരച്ചിലിൻ്റെ ഏറ്റവും പൂർണ്ണ തോതിൽ നിന്ന് ആരംഭിച്ചത് ഈ ദിവസമാണ്. SKN ഇന്ന് രാവിലെ ചില പ്രശ്നങ്ങളുണ്ടായി. ഇന്ന് രാവിലെ ഈ ഈശ്വർ മാൽപയെ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്നതിന് പോലീസ് ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയിരുന്നില്ല. അതിലുള്ള പ്രതിഷേധം അദ്ദേഹം വ്യക്തമാക്കി. അത് കഴിഞ്ഞാണ് SP അടക്കമുള്ളവർ അദ്ദേഹത്തോട് പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തിക്കോളൂ എന്ന അനുമതി നൽകുന്നത്. തുടർന്ന് ഈശ്വർ മാൽപെ ഡൈവ് നടത്തി. ആ ഡൈവിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അതിൽ പ്രധാനമായ ഒന്ന് ഒരു തടിക്കഷ്ണമായിരുന്നു. അത് അർജുൻ ഓടിച്ച വാഹനത്തിലെ തടിക്കഷ്ണമായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്. അത് ഈ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് SKN പ്രധാനപ്പെട്ട ലീഡ് ഉണ്ടാകുന്നത്. അത് നമ്മൾ നിൽക്കുന്ന, അതായത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഗംഗാവാലി പുഴയുടെ തൊട്ടടുത്ത് ലക്ഷ്മണിന്റെ കടയുണ്ടായിരുന്ന പ്രദേശത്തിനടുത്തായി നേരത്തെ നാവിക സംഘം പോയിന്റ് ഔട്ട് ചെയ്ത CP4 എന്ന് പറയുന്ന പോയിന്റിന് ഏതാണ്ട് 60 മീറ്റർ ഇപ്പുറത്തേക്ക് ഒരു വാഹനമുണ്ട്. ഒരു ലോറി അത് തലകീഴായി മറിഞ്ഞു കിടക്കുന്നു എന്ന് ആ ഡൈവിനിടയിൽ, അത് മുങ്ങിയുള്ള പരിശോധനയ്ക്കിടയിൽ ഈശ്വർ മാൽപെ കണ്ടെത്തുന്നു. 2 ടയർ താൻ കണ്ടു. അതൊരു ലോറി തലകീഴായി മറിഞ്ഞു കിടക്കുന്നതാണ്. പക്ഷെ അത് ആ ട്രക്ക് ആരുടേതാണ്, ആ ലോറി ആരുടേതാണ് എന്നുള്ള കാര്യം അറിയില്ല. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ആ ലോറിയുടെ ദൃശ്യങ്ങൾ അദ്ദേഹം എടുത്തുകൊണ്ടുവന്നു. ആ ദൃശ്യങ്ങൾ മനാഫ് കണ്ടെങ്കിലും മനാഫിന് അത് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. തുടർന്ന് ഡ്രഡ്ജറിന്റെ പരിശോധന ഈ മേഖലയിൽ
മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുകയും ഡ്രഡ്ജറിലുള്ള ഈ ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്തുന്നതിനുള്ള ശ്രമവും അതിനുശേഷം ഉണ്ടായി. അത് പ്രധാനമായി കാർവാർ MLA-യും SP-യും അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അനുമതി നൽകിയതിനു ശേഷമാണ് ആ ക്രെയിൻ ഉപയോഗിച്ചത് ഉയർത്തുന്നതിനുള്ളൊരു തീരുമാനമുണ്ടായത്. വളരെ ശ്രമകരമായി തന്നെ ഈശ്വർ മാൽപ്പെ തന്നെ ഡൈവ് ചെയ്ത ആ ക്രെയിനിന്റെ വടത്തിൽ, ഇരുമ്പ് വടത്തിൽ ഈ ഭാഗം കൊളുത്തി. അതിനുശേഷം അവർ അത് ഉയർത്തുകയും ചെയ്തു. പക്ഷേ അതൊരു പഴയ ലോറിയുടെ ഭാഗമായിരുന്നു, അത് തൻ്റെ ലോറി അല്ല എന്ന് മനാഫ് തിരിച്ചറിഞ്ഞു. അപ്പോഴും ചെറിയൊരു പ്രതീക്ഷയ്ക്ക് ഇട നൽകിയിരുന്നത് അവിടെ നിന്ന് 30 മീറ്റർ താഴെ മറ്റൊരു വാഹനത്തിന്റെ അവശിഷ്ടം, ഒരു ഡ്രൈവിംഗ് ക്യാബിൻ, അതൊരു സ്റ്റിയറിംഗിന്റെയും ഒപ്പം ഒരു ഈ ക്ലച്ചിന്റെയും ഗിയറിന്റെയും ഒക്കെ ഒരു ക്യാബിൻ അവിടെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും ഒരു പരിശോധന, അവിടെയും ഈ ക്രെയിൻ ഉപയോഗിച്ചുള്ള പരിശോധന നടത്താൻ അധികൃതർ തീരുമാനിക്കുന്നു. തൊട്ടു താഴെ എത്തി അവിടെയും പരിശോധന നടത്തി. അവിടെ നിന്ന് ഉയർത്തിയ വാഹനം ടാറ്റയുടെ ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് ക്യാബിനാണ് അവിടെ നിന്ന് ലഭിച്ചത്. അതും അർജുൻ ഉപയോഗിച്ച വാഹനമല്ല, അർജുൻ ഉണ്ടായിരുന്ന വാഹനമല്ല, മനാഫിന്റെ ഉടമസ്ഥതയിലുള്ള ട്രക്ക് അല്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു ട്രക്കിന്റെ ഭാഗമാണ്, അതൊരു ടാങ്കറിന്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ടാറ്റയുടെ വാഹനമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ആ വാഹനത്തിൽ നിന്ന് ലഭിച്ച ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. SKN ഒരു പഴയ ലോറിയുടെ 2 ടയറുകളും ഒപ്പം ഒരു ടാങ്കറിന്റെ ചില ഭാഗങ്ങളും മാത്രം ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിൽ ലഭിച്ചു. ഏതാണ്ട് 9 മണിയോടുകൂടി മണ്ണ് മാറ്റിയുള്ള പരിശോധന ആരംഭിച്ചതാണ്, ഡ്രഡ്ജിംഗ് ആരംഭിച്ചതാണ്. 7 മണിക്ക്, അതായത് ഈശ്വർ മാൽപ്പെ ഈ സൂചന നൽകിയതിനു ശേഷം ഡ്രഡ്ജിംഗ്, അതായത് മണ്ണുമാന്തി യന്ത്രവും ആ ഡ്രഡ്ജിംഗ് വെസലും അതിലുള്ള ക്രെയിനും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ കണ്ട വാഹനം ഉയർത്തി അത് ആരുടേതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നീക്കമായിരുന്നു. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഷിരൂരിൽ 3ാം ഘട്ട ദൗത്യം തുടരുകയാണ്. ഇന്ന് നടത്തിയ തെരച്ചിൽ 2 വാഹനഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് അർജുൻ്റെ ലോറിയുടേതല്ലെന്ന് ഇന്ന് ഉടമയായ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ഗംഗാവലിപ്പുഴ തീരത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നു. പറയൂ അരുൺ, മറ്റെന്തെങ്കിലും വിവരം നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാനുണ്ടോ? നാളെ എങ്ങനെയാണ് ദൗത്യം? SKN ഏറെ പ്രതീക്ഷ നൽകുകയും ഒടുവിൽ നിരാശയോടെ അവസാനിക്കുകയും ചെയ്തതാണ് ഇന്നത്തെ തെരച്ചിൽ. അർജുൻ്റെ ലോറി കണ്ടെത്താൻ ഇന്നും സാധിച്ചില്ല. പക്ഷേ അതിന് പ്രതീക്ഷ നൽകുന്ന ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നെങ്കിലും അത് അർജുൻ്റെ ലോറിയുടെ ഭാഗമല്ല എന്ന്, അത് 2 പോയിന്റിൽ നിന്ന് ലഭിച്ചതും അർജുൻ്റെ ലോറിയുടെ ഭാഗമല്ല എന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ ദൗത്യം നാളെയും തുടരും. നാളെ പ്രധാനമായും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ ആയിരിക്കും പ്രധാനമായും ഉണ്ടാവുക. ഇന്നൊരു 11 മണി, അതായത് രാവിലെ 11 മണിക്ക് ശേഷം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടന്നിരുന്നില്ല. അതിൽ 2 കാരണങ്ങളാണ്. അതായത് രാവിലെ ഈ വേലിയേറ്റ സമയമാണ്, അതായത് വലിയ ജലനിരപ്പ് ഉയർന്ന സമയമാണ്. ആ ഘട്ടത്തിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് പൂർണ്ണതോതിൽ തെരച്ചിൽ നടത്താൻ ഒരു പ്രായോഗികമായി ബുദ്ധിമുട്ട് നേരിടുകയും തെരച്ചിൽ നിർത്തിവെക്കുകയും ചെയ്തു. ഉച്ചയോടെ ഈശ്വർ മാൽപ്പെ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് പരിശോധിച്ച് ഈ ലോറിയുടെ ചില ഭാഗങ്ങൾ കാണുകയും പിന്നീട് അത് കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് പിന്നീട് തെരച്ചിൽ നടന്നില്ല. എന്നാലും ഇന്നത്തെ തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ, നാളെ വിശദമായ തെരച്ചിൽ നടത്തണമെന്നാണ്. അതിൽ പ്രധാനമായും ഈ നാവികസേന മാർക്ക് ചെയ്തിട്ടുള്ള ഈ കോണ്ടാക്ട് നമ്പർ 4-ൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തണം. അവിടെയാണ് ലോറി ഉണ്ടാകാനുള്ള കൂടുതൽ സാധ്യതയുള്ളത് എന്നതാണ് അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. നാളെ എന്തായാലും അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും തെരച്ചിൽ നടക്കുക. കൂടുതൽ ഈ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ നാളെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയും ദൗത്യത്തിൽ തുടരുമെന്ന് അദ്ദേഹം ഇന്ന് തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം അറിയിച്ചിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ പോലീസുമായി ഉണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണമായി പരിഹരിച്ചിട്ടുണ്ട്. നാളെ ഈശ്വർ മാൽപ്പയ്ക്ക് പുഴയിലിറങ്ങി തെരച്ചിൽ നടത്താൻ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനൊപ്പം ഈശ്വർ മാൽപ്പയുടെ ദൗത്യവും നാളെ തുടരും. SKN പൂപ്പറമ്പയാണ് കർണാടകത്തിലെ ഷിരൂരിലെ ഗംഗാവലിപ്പുഴയ്ക്കരികിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു അതിശിയുടെ മുഴുവൻ പേര് പറയണം. അതിശിയുടെ പേര് അവർ ചുരുക്കിയിട്ടുണ്ട്. അതിശി എന്ന് ഉപയോഗിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ സുലൈമാൻ അബ്ദുൽ ഖാദർ. മലയാളത്തിൻ്റെ മാതൃഭാവം കവിയൂർ പൊന്നമ്മയ്ക്ക് വിട. മലയാള സിനിമയുടെ അമ്മ മുഖം കവിയൂർ പൊന്നമ്മ ഇനി ഓർമ്മ. ആലുവ കരുമാലൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് മൃതദേഹം സംസ്കരിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഉൾപ്പെടെ സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി P. രാജീവ് ഇന്ന് അന്തിമോപചാരം അർപ്പിച്ചു.
ആലുവ കരുമാലൂരിലെ ശ്രീപീഠത്തിൽ ഇനി അമ്മച്ചിരിയില്ല. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്നു ഈ വീട്. 2008 മുതൽ 16 വർഷക്കാലം കവിയൂർ പൊന്നമ്മ താമസിച്ചത് ഇവിടെയാണ്. പ്രളയകാലത്ത് മുങ്ങിപ്പോയ ചരിത്രമുണ്ട് ഈ വീടിന്. ആ സമയത്ത് മാറി താമസിച്ചതൊഴിച്ചാൽ പിന്നീട് മുഴുവൻ സമയവും ഇവിടെ തന്നെയായിരുന്നു. പെരിയാറിന്റെ കാറ്റേറ്റ് ഇനി അന്ത്യവിശ്രമം. അമ്മ കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മയ്ക്ക് നാട് വിട ചൊല്ലി. പൊന്നമ്മയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്ന ആലുവ കരുമാലൂരിലെ ശ്രീപീഠം വീട്ടുവളപ്പിലായിരുന്നു അന്ത്യയാത്രയ്ക്കായി ചിതയൊരുക്കിയത്. സഹോദരനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. രണ്ട് ദിവസം മുമ്പ് അമേരിക്കയിലേക്ക് മടങ്ങിയ മകൾക്ക് സംസ്കാര ചടങ്ങിന് എത്താനായില്ല. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മന്ത്രി പി രാജീവ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്കു കാണാൻ പൊതുദർശനം നടന്ന കളമശ്ശേരി ടൗൺ ഹാളിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി. രാവിലെ 9 മുതൽ 12 മണിവരെയായിരുന്നു പൊതുദർശനം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, സിദ്ദിഖ്, ജോഷി, സത്യൻ അന്തിക്കാട് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. വിട പറഞ്ഞത് മലയാളികളുടെ അമ്മ മുഖമെന്ന സിനിമാ ലോകം. മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം, പകരം വെക്കാനില്ലാത്ത ഒരു അഭിനേത്രി, പകരം വെക്കാനില്ലാത്ത ഒരു അമ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കുടുംബത്തിലെ ഒരു അംഗം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. ആയുസ്സെത്തിയാൽ പോകണം എന്നുള്ളത് അതൊരു നിയമമാണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഈ ചിതയിലെരിഞ്ഞ് സ്നേഹസ്മരണയാകുന്നത് മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ മഹാപ്രതിഭയാണ്. കവിയൂർ പൊന്നമ്മയ്ക്ക് മരണമില്ല. പകർന്നാടിയ നൂറുകണക്കിന് അമ്മവേഷങ്ങളിലൂടെ മലയാള സിനിമയുടെ മാതൃഭാവത്തിന്റെ പ്രതീകമായി പൊന്നമ്മ പൊന്നോർമ്മയായി മലയാളിയുടെ മനസ്സിൽ എന്നും ജീവിക്കും. ആലുവയിലെ കരുമാലൂരിൽ നിന്നും ടീം 24. വസന്തകുമാരി പറയുന്നു, മലയാളി മനസ്സുകളിൽ എന്നും ഓർമ്മയായിട്ട് കവിയൂർ പൊന്നമ്മ ജീവിക്കുക തന്നെ ചെയ്യും. ഒരുപാട് പ്രേക്ഷകർ ആ സ്റ്റോറി കണ്ടു. എല്ലാവർക്കും നൊമ്പരമായി പൊന്നമ്മ ചേച്ചി കടന്നുപോയി. മറ്റൊരു വാർത്തയിലേക്ക്. ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാൾ എന്ന ഒറ്റ നേതാവേ ഉള്ളുവെന്ന് ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് 24നോട്. തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും. പ്രതിപക്ഷത്തിന് ഡൽഹിയിലെ ജനങ്ങൾ ഉചിതമായ മറുപടി കൊടുക്കുമെന്നും മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കൈലാഷ് ഗെഹ്ലോട്ട് 24നോടൊപ്പം ചേരുകയാണ് സർ. After the oath, what's your first expectation and what's your first mission? We will continue to work under the leadership of Shri Arvind Kejriwal. We are here to execute and implement the vision of Shri Arvind Kejriwal. Our leader is one. His name is Arvind Kejriwal. We know that after the situation is a very fight, you know. Uska baad elections are around the corner. I think we just have maybe 4.5 months to go, and we understand time is less, but we will put in all our effort and we'll put forward the best foot to ensure that whatever works are remaining, they are completed. And I think I'm very sure that people of Delhi are happy with the work which has been done by Aam Aadmi Party under the leadership of Arvind Kejriwal, and once again we will come back with a thumping majority. What is the reply of opposition, BJP or Congress? There are already some allegations. I don't think we have to worry about opposition. I think
people of Delhi will give a very befitting answer to the opposition. Thank you. ഞങ്ങൾക്ക് ഒറ്റ നേതാവേ ഉള്ളൂ, അത് അരവിന്ദ് കെജ്രിവാൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓപ്പോസിഷന്റെ, അതായത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളൊന്നും തന്നെ മുഖവിലക്കെടുക്കുന്നില്ല. കൃത്യമായിട്ടുള്ള നടപടികളുമായി ഒപ്പം തന്നെ ഭരണവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത VG 24. ആം ആദ്മിയുടെ മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് സംസാരിക്കുകയായിരുന്നു. ദാറ്റ് വാസ് എൻ എക്സ്ക്ലൂസീവ് ഫ്രം വിനീത VG. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകം. ഹലോ, പോലീസ് സ്റ്റേഷനാണോ? കൊല്ലം ഇരവിപുരത്ത് മകളുടെ ആൺ സുഹൃത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് അറസ്റ്റിലായി. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് അരുണിനെ പ്രതി പ്രസാദ് കുത്തിക്കൊലപ്പെടുത്തിയെന്ന് അരുണിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു. മദ്യപിച്ചു കഴിഞ്ഞാൽ അരുണിനെ പ്രസാദ് സ്ഥിരമായി ഭീഷണിപ്പെടുത്താറുണ്ടെന്ന് അരുണിൻ്റെ പിതാവ് 24 വ്യക്തമാക്കിയിരുന്നു. ദുരഭിമാന കൊലയെന്ന വാദവും അരുണിൻ്റെ കുടുംബം തള്ളിക്കളഞ്ഞു. ഈ കഥ പറഞ്ഞു തുടങ്ങണമെങ്കിൽ കുറച്ച് പിന്നിലേക്ക് പോകണം. ഒരു 3 വർഷം പിന്നിലേക്ക്. 3 വർഷം മുമ്പാണ് ഇരവിപുരം സ്വദേശിയായ അരുണും പ്രസാദിൻ്റെ മകളും തമ്മിൽ ഇഷ്ടത്തിലാകുന്നത്. ഇഷ്ടം പ്രണയമായി. പ്രണയം വീട്ടുകാരറിഞ്ഞു. ഒടുവിൽ പ്രശ്നമായി. വീട്ടുകാർ ഒടുവിൽ അരുണിൻ്റെയും പ്രസാദിൻ്റെ മകളുടെയും പ്രണയബന്ധത്തിന് അനുകൂലമായ നിലപാടെടുത്തു. ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ അരുണും പ്രസാദും തമ്മിലുണ്ടായി. പരാതികൾ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ കയറി. ഒടുവിൽ ഇരു കൂട്ടരും പരസ്പരം പറഞ്ഞ് പ്രശ്നങ്ങൾ തീർത്തു. പെൺകുട്ടി അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് താമസവും മാറ്റി. പ്രസാദ് വിളിച്ചു വരുത്തി, നീ ഒരു കാര്യം ചെയ്ത് സ്നേഹം നിൽക്കുന്നിടത്തോട്ട് പോവാ, ഞാൻ അവിടെ ഉണ്ട് എന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. ഇന്നലെ വൈകിട്ട് മുതലാണ് അരുണും പ്രസാദും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങുന്നത്. അരുണിനെ ഫോണിൽ വിളിച്ച പ്രസാദ് അരുണിനെ വീണ്ടും നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഫോൺ വിളി അവസാനിച്ച് മിനിറ്റുകൾക്കകം പ്രസാദ് അരുണിൻ്റെ വീട്ടിലെത്തി. പക്ഷേ അരുൺ വീട്ടിലുണ്ടായിരുന്നില്ല. അവൻ എൻ്റെ കയ്യിലൊന്ന് കിട്ടണം. ഇന്ന് എൻ്റെ മുമ്പിലൊന്ന് നിർത്തിയാൽ മതി, എൻ്റെ മുമ്പിലൊന്ന് കിട്ടിയാൽ മതി. ഇവനെ വിളിച്ചത് അങ്ങോട്ട്, വാടാ നമുക്ക് സംസാരിച്ച് തീർക്കാനുണ്ട്. എപ്പോഴും ഏക്കങ്ങ് സംസാരം. അങ്ങനെ വിളിപ്പിച്ചിട്ടാണ് ഇത് ചെയ്തത്. പിന്നാലെ 6 മണിയോടെ അരുൺ പ്രസാദ് ആവശ്യപ്പെട്ട പ്രകാരം മാമുട്ടിക്കടവിലെ ബന്ധു വീട്ടിലേക്ക് പോയി. കൂട്ടുകാരനും ഒപ്പമുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള സംസാരം വാക്ക് തർക്കത്തിലും ഒടുവിൽ കയ്യാങ്കളിയിലും കലാശിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും പിടിച്ചു മാറ്റാൻ നോക്കി. പിന്നെ മങ്ങേര് എന്നെ തള്ളിയിട്ടിട്ട് കത്തി എങ്ങാണ്ടോ ഇവിടുന്ന് എടുത്തു, ഞാൻ കണ്ടില്ല. കത്തി എടുത്തിട്ട് ആദ്യം അവനെ കുത്താൻ പോയി. അപ്പോൾ പിടിച്ചു മാറ്റിയപ്പോൾ അയാൾ എന്നെ കുത്താൻ വന്നു. ഞാൻ മതിലിൽ കയറിയപ്പോൾ അയാൾ പിന്നെ അവനെ കുത്തി. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 8 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. പിന്നാലെ പ്രസാദ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങി. മകളെ ശല്യം ചെയ്തയാളെ താൻ കൊന്നുവെന്നായിരുന്നു പ്രസാദ് പോലീസിനോട് പറഞ്ഞത്. മകനെ കൊല്ലുമെന്ന് പ്രസാദ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും കരുതിക്കൂട്ടിയാണ് കൊലപാതകമെന്നും അരുണിന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നു. കൊലയ്ക്ക് പിന്നിൽ ജാതിമത പ്രശ്നങ്ങളില്ലെന്നും പ്രസാദിന്റെ മദ്യപാനമാണ് ഇതിന് കാരണമെന്നും അരുണിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജാതിഭേദം അങ്ങനെ ഒന്നുമില്ല. അത് ഇപ്പം എൻ്റെ വൈഫ് ഹിന്ദുവാണ്. അപ്പം അങ്ങനെ ഒരു ഇതില്ലാതെ അവർക്കും ഇല്ലായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെട്ടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസാദിനും സമ്മതമായിരുന്നു. പക്ഷേ ഇവനെ ഇടയ്ക്കിടയ്ക്ക് കള്ളു കുടിച്ചിട്ട് വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാകും. നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണ കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ആണും പെണ്ണും തമ്മിൽ പ്രണയമുണ്ടാവുക സ്വാഭാവികമാണ്. ആ ബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് കത്തിയെടുക്കുവാൻ തുടങ്ങിയാൽ അതിലെ ഒടുവിലത്തെ പേരാകില്ല അരുണിൻ്റേത്. എന്തിൻ്റെ പേരിലായാലും അരുണിനെ കൊന്ന പ്രസാദ് ദയ അർഹിക്കുന്നില്ല. ക്യാമറാമാൻ ശ്രീകാന്ത് PS-നൊപ്പം അരുൺ രാജ്, 24 കൊല്ലം.
നീചമായ കൊലപാതകമാണ് കൊല്ലത്തെ ഇരവിപുരത്ത് അരങ്ങേറിയത്. നിർഭാഗ്യകരമായി പോയി ഈ സംഭവം. 18-19 വയസ്സ് പ്രായമുള്ള ഒരാളെ താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തുക നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ജിയോ ചേട്ടൻ പറയും, ഇന്ന് വൈകുന്നേരത്തെ PV അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ 24 ശബ്ദത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഒരു റേഡിയോ ഫ്രീക്വൻസി കയറി വന്നത് മൂലം ചെറിയൊരു പതറിച്ച ശബ്ദത്തിനുണ്ടായിരുന്നു എന്ന നേരാണ്. തുടക്ക സമയത്താണ്. പിന്നീടത് നമ്മളത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. ബംഗളൂരുവിൽ അതിക്രൂര കൊലപാതകം അരങ്ങേറി. യുവതിയെ കൊന്ന് 30 കഷണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. മല്ലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധി താമസിക്കുന്ന മഹാലക്ഷ്മിയാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. അരുൺ പൂപ്പറമ്പ ടെലിഫോണിൽ ചേരുന്നു. അരുൺ, പണ്ടൊരു ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്തു, ഡോക്ടർ ഓമന, അതേപോലുള്ള സംഭവം അവിടെ ആവർത്തിക്കുകയായിരുന്നു. SKN അതിക്രൂര കൊലപാതകമാണ് ബംഗളൂരു നഗരത്തിൽ ഉണ്ടായിട്ടുള്ളത്. ബംഗളൂരുവിലെ മല്ലേശ്വരത്താണ് ഈ കൊലപാതകം ഉണ്ടായത്. ഈ അടച്ചിട്ട വീട്ടിൽ നിന്ന് ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്നാണ് സമീപവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് ആ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ ആ വീട്ടിലെ ഫ്രിഡ്ജിൽ ആ മൃതദേഹം 30 കഷണങ്ങളാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും മല്ലേശ്വരം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം. മല്ലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന മഹാലക്ഷ്മി 29 വയസ്സാണ്. ആ വീട്ടിൽ തനിച്ചാണ് മഹാലക്ഷ്മി താമസിക്കുന്നത്. ഏറെ കാലമായി ആ ഭർത്താവുമായി അകന്നാണ് താമസിക്കുന്നത്. അവിടെ ഒരു സമീപത്തെ ഒരു മാളിൽ ജീവനക്കാരിയാണ്. ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് നിലവിൽ വ്യക്തമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ മഹാലക്ഷ്മിയുടെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും അതിക്രൂര കൊലപാതകമാണ്, ദാരുണമായിട്ടുള്ള സംഭവമാണ് ഈ ബംഗളൂരുവിൽ ഉണ്ടായിട്ടുള്ളത്. കൊലപ്പെടുത്തി 30 കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 15 ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിനെന്നാണ് പരിശോധനയ്ക്ക് ശേഷം മനസ്സിലായിട്ടുള്ളത്. SKN. ഓക്കെ, നിർഭാഗ്യകരം. പ്രൈം ടൈം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കെ അനിൽകുമാർ പറഞ്ഞ SKN വിനീത VG നോർത്ത് ഇന്ത്യൻ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടവളായി മാറി എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ നമുക്കും സന്തോഷമുണ്ട്. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. കൊച്ചിയിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിലായി. ഇടുക്കി സ്വദേശി ബെഞ്ചമിൻ ബേബിയാണ് ഫോർട്ട് കൊച്ചി പോലീസിൻ്റെ കസ്റ്റഡിയിലായത്. ജോലി നൽകാമെന്ന് പറഞ്ഞ് ഇയാൾ തട്ടിയെടുത്തത് 27,000 രൂപ. ഇനി നമ്മുടെ വാൽക്കഷണം. വാൽക്കഷണം. അൻവറിന് മറുപടിയായി മുഖ്യമന്ത്രിക്ക് മറുപടിയായി അൻവറും നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ചൂടാറിയിട്ടില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നതുപോലെ മുഖ്യമന്ത്രി അൻവറിനെ വീണ്ടും കോൺഗ്രസ് ആക്കുമോ? ഈ സംശയം പലരും ഉന്നയിക്കുന്നു. കാണാം അഫ്സൽ തയ്യാറാക്കിയ വാൽക്കഷണം. എനിക്കറിയില്ലോ, നമ്മൾ ഈ നാട്ടുകാരനെ അല്ലോ. സമുദായത്തിൽ 2 പ്രമാണിമാർ തമ്മിൽ സ്പർദ്ധ വേണ്ടാന്ന് ഞാൻ കരുതിയുള്ളൂ. ബട്ട് യു ടെറിബിളി മിസ്റ്റേക്ക് മീ. ADGPയുടെ പണി കളയാൻ ഇറങ്ങിത്തിരിച്ച ഒരു MLA ഉണ്ട് ഏറനാട്ടിൽ. നാഴികക്ക് 40 വട്ടം താൻ പാർട്ടിക്കാരനാണെന്നും കമ്മ്യൂണിസ്റ്റ് ആണെന്നും പാർട്ടിക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നയാളാണെന്നും പറയുന്ന MLA കാര്യം വ്യക്താക്കട്ടെ. MLA പാർട്ടിക്കാരനാണെന്ന് പറയാൻ മൂപ്പര് സമ്മതിക്കുന്നില്ല. എന്താണോ വേറിട്ടൊരു അഭിപ്രായം ഉണ്ടോ ഔദക്കുട്ടിക്ക്? അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അങ്ങനെയാണോ? അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അല്ല, അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. ചിത്രം കൊണ്ട് മാറുക കോൺഗ്രസിന്റെ വഴിയാണ്. ശരിയാണെന്ന് ഞാൻ പഴയ കോൺഗ്രസ് തന്നെയല്ലേ. എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS എങ്ങനെയാ സഖാവ് EMS ആയത്? അത് എങ്ങനെയായി? ഞാൻ പറയേണ്ട കാര്യമല്ല അത്. അപ്പൊ ഞാൻ പഴയ കോൺഗ്രസ്സാ, EMS പഴയ കോൺഗ്രസ് ആണ്. അപ്പോൾ അൻവർ വന്ന വഴി തീരുമാനമായി. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാളെ കുറിച്ചുള്ള അൻവറിന്റെ സംശയം ഒന്ന് തീർക്കാം. എന്താ സംശയം? ആര് പറഞ്ഞാലും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി തറപ്പിച്ച് പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടാനാണ് ചിലരിയ്ക്കുന്നതെന്നാണ് അൻവറും കട്ടായം പറയുന്നത്. അദ്ദേഹം CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. എനിക്ക് വിശ്വാസമില്ല. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിലല്ല പോയത്. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിർത്താം നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് സമാധാനമില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് നമ്മൾ കാണും.
സജി മാങ്കോടിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശത്തോടെ നമുക്ക് ഇന്നത്തെ ഈ പ്രൈം ടൈം അവസാനിപ്പിക്കുക. അദ്ദേഹം പറയുന്നത് അങ്ങൊരു പാട്ട് പാടി കേട്ടിട്ട് ചത്താൽ മതിയായിരുന്നു. മിക്കവാറും ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ സംഭവിക്കില്ലേ. അതുകൊണ്ട് ഞാൻ പാട്ട് പാടുന്നില്ല. അപ്പോൾ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. പ്രൈം ടൈം ഇനി നാളെ രാത്രി 8:30.